ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും സമൂഹത്തിനും RSSനെയോ അതിന്റെ തലവൻ മോഹൻ ഭാഗവതിനെയോ ആവശ്യമില്ല. സ്വയം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പുതിയ വാദം. BJPയെയും മോദി സർക്കാരിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഭഗവത് നടത്തിയ പ്രസംഗത്തിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഈ പ്രതികരണം. ഭഗവത് ജി, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യുന്നു. കുഴപ്പം മണ്ണിന്റേതല്ല, തോട്ടപ്പണിക്കാരന്റേതാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണ വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞത്. തലസ്ഥാന നഗരത്തിന് തൊട്ടപ്പുറം കഠിന കാലാവസ്ഥയെയും പോലീസിനെയും നേരിട്ട് കർഷകർ പ്രക്ഷോഭത്തിനിറങ്ങിയപ്പോൾ RSS നിശബ്ദരായിരുന്നു. ഹത്രാസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. ബിൽക്കിസ് ബാനു ബലാത്സംഗ കൂട്ടക്കൊലക്കേസിലെ പ്രതികളെ അന്യായമായി മോചിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ അവരെ സ്വാഗതം ചെയ്തു. ദളിതരുടെ ദേഹത്ത് മൂത്രമൊഴിച്ചപ്പോൾ നിങ്ങൾ നിശബ്ദരായിരുന്നു. പെഹ്ലുഖാനും അഖ്ലാഖും കൊല്ലപ്പെട്ടപ്പോൾ ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയില്ല. കനയ്യലാലിന്റെ കൊലയാളികൾക്ക് BJPയുമായുള്ള ബന്ധം തുറന്നുകാട്ടപ്പെട്ടപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു നടന്നു. നിശബ്ദതയും നരേന്ദ്രമോദിയുമാണ് RSSനെ അപ്രസക്തരാക്കിയത്. അമിത്ഷായും BJPയുമാണ് നിങ്ങളെ അപ്രസക്തരാക്കിയത്. ഭരണഘടന തിരുത്തുന്നതിനെ കുറിച്ച് BJP നേതാക്കൾ തുടർച്ചയായി പറഞ്ഞപ്പോൾ സംസാരിക്കാൻ അവസാനത്തെ അവസരം നിങ്ങൾക്ക് കിട്ടി. അതും പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ മൗനം പൂണ്ടു. ഇനിയിപ്പോൾ സംസാരിച്ചിട്ട് എന്തു പ്രയോജനമെന്നാണ് പവൻ ഖേര ചോദിച്ചത്. മതജാതി വർഗീയതയും വ്യക്തിഹത്യകളും വിദ്വേഷ പ്രസംഗങ്ങളും അരങ്ങേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വിചാരണ ചെയ്ത മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. BJPയെയും മോദി സർക്കാരിനെയും നേരിട്ടല്ലാതെ നിശിതമായി വിമർശിച്ച അദ്ദേഹം മണിപ്പൂരിൽ അടിയന്തരമായി സമാധാനം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണമുണ്ടായത്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തോക്കു സംസ്കാരം വീണ്ടും വർദ്ധിച്ചു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണ് എന്നും അതിന് മുൻഗണന നൽകണമെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ യോജിച്ചു പ്രവർത്തിക്കണമെന്നും അതുവഴി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും ഭഗവത് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് സമവായം ഉണ്ടാക്കാനുള്ള പ്രക്രിയയാണ്. പാർലമെന്റിന് 2 വശങ്ങളുണ്ട്. അതിനാൽ ഏത് ചോദ്യത്തിന്റെയും 2 വശങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമെന്നും RSS മേധാവി ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ആളുകൾ പരസ്പരം ചെളിവാരിയെറിയുന്നതും സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ഭ്രാന്ത് ഒഴിവാക്കി രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നും മോദിയോടായി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള മെയ്തികളും കുന്നുകളിൽ നിന്നുള്ള കുക്കികളും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മണിപ്പൂർ വംശീയ അക്രമത്തിലേക്ക് വീണിരുന്നു. ഈ കലാപത്തിൽ 200-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു. സമാധാന അന്തരീക്ഷം രൂപപ്പെടുന്നതിനിടെ വീണ്ടും സംസ്ഥാനത്ത് സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്നും ഇതിലൊരു നടപടിയും എടുക്കാതെ മോദി കയ്യും കെട്ടി നോക്കി നിൽപ്പാണ്.